സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം 5 കുറയ്ക്കാൻ സർക്കാർ നീക്കം നടത്തുമ്പോൾ തന്നെ നഷ്ടമാകുന്ന ദിവസം എങ്ങനെ പരിഹരിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. പ്രവൃത്തി ദിനങ്ങൾ 6 നിന്ന് 5 കുറയ്ക്കുമ്പോൾ നഷ്ടമാകുന്ന ഓഫീസ് സമയം മറ്റു ദിവസങ്ങളിലെ പ്രവൃത്തി സമയം കൂട്ടിയും അവധികൾ കുറച്ചും പരിഹരിക്കാനാണ് സർക്കാർ നേരത്തെ ആലോചിച്ചിരുന്നത്. എന്നാൽ നിലവിലെ അവധി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് പ്രവൃത്തി ദിനം 5 കുറയ്ക്കുന്നതിനോട് യോജിക്കില്ലെന്നാണ് സർവീസ് സംഘടനകളുടെ നിലപാട്. പ്രവൃത്തി ദിവസം കുറയുമ്പോൾ ഫയൽ തീർപ്പാക്കുന്നത് വൈകുമെന്നത് ആരുടെയും പരിഗണനാ വിഷയമല്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം 5 ദിവസമായി കുറയ്ക്കണമെന്നത് കഴിഞ്ഞ കുറേ കാലമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ചില സർവീസ് സംഘടനകൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് സർക്കാരിന് നേരത്തെ തന്നെ നിവേദനം നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ശമ്പള കമ്മീഷനാണ് സർക്കാർ ഓഫീസുകളിലെ പ്രവൃത്തി ദിവസം 5 കുറയ്ക്കണമെന്ന നിർദ്ദേശം വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് സർവീസ് സംഘടനകളെ വിളിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകളിലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് കേട്ടു. 2016 മുതൽ മുഖ്യമന്ത്രി ആവർത്തിക്കുന്ന വാചകമാണിത്. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 6 എന്നതിൽ നിന്ന് 5 കുറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് പ്രസക്തിയേറുകയാണ്. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ 6 നിന്ന് 5 ദിവസമായി കുറയുന്നത് ഉദ്യോഗസ്ഥർക്ക് ഗുണം ചെയ്യും. 2 ദിവസം വീട്ടിലിരിക്കാം. എന്നാൽ 6 ദിവസം തുറന്നു പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം 5 കുറയുമ്പോൾ ബുദ്ധിമുട്ടുന്നത് സാധാരണ ജനങ്ങളാണ്. ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം കുറയുമെന്നതാണ് പ്രശ്നം. ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിച്ചിട്ടും ഫയലുകൾ തീർപ്പാക്കാൻ കഴിയാത്തിടത്ത് പ്രവൃത്തി ദിവസം 5 എന്താകും അവസ്ഥ എന്നതാണ് ആശങ്ക. ഇല്ല, അങ്ങനെ ഒരു ആശങ്കയില്ല. നിങ്ങളിപ്പോൾ പരിശോധിച്ച് നോക്കൂ. മിക്കവാറും നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ രാത്രി 12 മണിക്കും 2 മണിക്കും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പലരും വീട്ടിൽ കൊണ്ടുവച്ച് അവരുടെ ഈ ലാപ്ടോപ്പിലാണ് ഈ ജോലി ചെയ്യുന്നത്. ഓഫീസ് ടൈമിൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത ജോലികൾ രാത്രി വീട്ടിൽ കൊണ്ടുവച്ച് ചെയ്ത് പൂർത്തീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു അർജൻറ്റ് ഫയൽ വന്നാൽ എവിടെ ഇരുന്നും ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അർജൻസി വന്നാൽ തന്നെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇത് ഒരു വിധത്തിലും കുറയില്ല. ഇത് പ്രത്യേകിച്ച് പ്രവൃത്തി സമയം കൂട്ടുന്നത് കൊണ്ട് തന്നെ വർക്കിംഗ് അവർ ഓരോ ദിവസവും വർക്കിംഗ് അവർ കൂട്ടുമ്പോൾ ഇത് പരിഹരിക്കാൻ കഴിയും. ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാൻ ഓഫീസ് തുറന്നു പ്രവർത്തിക്കേണ്ടതില്ലെന്ന വാദം ഇതര സർവീസ് സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം 5 കുറയുമ്പോൾ നഷ്ടമാകുന്ന ഒരു ദിവസത്തെ സമയം പരിഹരിക്കാൻ സർക്കാർ ഇതുവരെ ബദൽ നിർദ്ദേശമൊന്നും മുന്നോട്ട് വച്ചിട്ടില്ല. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി സമയം കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മാതൃകയിൽ 9:30 മുതൽ 5:30 വരെ ആക്കിയാലും ആഴ്ചയിൽ 2 മണിക്കൂർ കുറവ് വരും. 5 ദിവസമാക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിന് ഒരുപാട് ലാഭം ഉണ്ടാകും. വൈദ്യുതി, വെള്ളം ഉൾപ്പെടെ ഉള്ളത്, ഈ യാത്രാബദ്ധ ഇനത്തിൽ കൊടുക്കുന്ന തുക ഒക്കെ സർക്കാരിന് വലിയ തോതിൽ ലാഭം ഇത് ഉണ്ടാകും. ഈ പ്രവൃത്തി ദിനം സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെല്ലാം 5 ദിവസമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് 10 മുതൽ 5 മണി വരെ, 7 മണിക്കൂറാണ് പ്രവർത്തന സമയമുള്ളത്. കേന്ദ്ര സർക്കാരിൽ 9:30 മുതൽ 5:30 വരെ 8 മണിക്കൂർ പ്രവർത്തന സമയമുണ്ട്. നമുക്ക് ആ രീതി ഇവിടെ കിട്ടിയാൽ 8 മണിക്കൂർ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 2 മണിക്കൂറിൻ്റെ കുറവാണ് ഇത് സംബന്ധിച്ച് ഉണ്ടാവുക. ആ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു വർഷം ഒരു 104 മണിക്കൂറിൻ്റെ പ്രശ്നമുണ്ടാവും. അത് നമുക്ക് അവധി ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പരിഹരിക്കാൻ കഴിയും. അവധി ദിവസങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് നഷ്ടമാകുന്ന സമയം പരിഹരിക്കാനുള്ള പോംവഴി. എന്നാൽ അവധിയിലും ആനുകൂല്യങ്ങളിലും തൊട്ടുകളിക്കാൻ സർവീസ് സംഘടനകൾ അനുവദിക്കില്ല. പൊതുവേ നമുക്കിത് 5 ദിവസം എന്ന് കാണുമ്പോൾ ഒരു മധുരത്തിൽ പൊതിഞ്ഞ ഒരു ആനുകൂല്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇത് ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് നമ്മൾ ശക്തമായി സംശയിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ചില ആനുകൂല്യങ്ങളിൽ കൈകടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ലീവുകൾ, കാഷ്വൽ ലീവ് ഉൾപ്പെടെയുള്ള നമ്മുടെ അവധികൾ വെട്ടിക്കുറക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉള്ളതായിട്ട് നമ്മൾ സംശയിക്കുന്നു. 11-ൽ ഒരു ദിവസം നമുക്കൊരു ലീവ് ആർജിക്കും. ആ ആർജിത അവധി വെട്ടിക്കുറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നേ നമുക്കൊരു ആനുകൂല്യം തരുന്നു എന്നൊരു വ്യാഖ്യാനം ചമച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. അവധികൾ വെട്ടിച്ചുരുക്കി പ്രവൃത്തി ദിനം 5 ഇടത് സർവീസ് സംഘടനകൾക്കും യോജിപ്പില്ല. ജീവനക്കാരുടെ അവകാശങ്ങളെപ്പറ്റി മാത്രമാണ് സർവീസ് സംഘടനകളുടെ ആലോചന. എന്നാൽ സേവനം നഷ്ടമാകുന്ന ദിനങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 5 കുറയ്ക്കുമ്പോൾ ഓഫീസുകളെ വിവിധ സേവനങ്ങൾക്കായി ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കൂടി സർക്കാർ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം ജനപക്ഷത്തു നിന്നുള്ളൊരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ സർക്കാരിൽ നിന്ന് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്.
തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയോട് യൂട്യൂബിൽ ഉൾപ്പെടെ 24ന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ കമന്റ് ബോക്സിൽ നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നു, ഒരാഴ്ച വർക്കിംഗ് ഡേ ആയിട്ട് തന്നെ പല ആവശ്യത്തിന് കയറിയിറങ്ങണം. ഇനിയും ചുരുക്കിയാൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. റിജു പറയുന്നു, അല്ലേൽ തന്നെ സർക്കാർ ഓഫീസിൽ തോന്നുമ്പോൾ വരികയും തോന്നുമ്പോൾ പോവുകയും ചെയ്യുന്ന ടീംസാണുള്ളത്. ആദ്യം എല്ലാവർക്കും ഫിംഗർ പ്രിന്റ് അറ്റൻഡൻസ് വെക്കണം എന്നാണ് പറയുന്നത്. രവികുമാർ പറയുന്നുണ്ട്, 6 ദിനങ്ങൾ പ്രവൃത്തി ദിനമായിട്ട് പോലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഇനി 5 ആക്കിയാൽ ജനങ്ങളുടെ കാര്യം കട്ടപ്പുക എന്നാണ് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ നിരവധി പ്രതികരണങ്ങൾ ജനങ്ങൾക്കും പറയാനുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് പോകാം. അതിന് വലിയ യോജിപ്പില്ല, പറ്റില്ല. കാരണം പലർക്കും രാവിലെയൊക്കെ നേരത്തെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടെ നല്ലതാണ്. മണിക്കൂർ കൂട്ടുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നമാണല്ലോ അല്ലേ, എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ അവർ ആ ലെവലിൽ നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നല്ലേ, അപ്പൊ ഇപ്പോഴും അങ്ങനെ പൊയ്ക്കുമ്പോഴത്തേക്ക് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, ജനങ്ങൾക്കും ഉണ്ടാവും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവും. ഇത് എന്തുകൊണ്ടും നല്ല കാര്യം. കേന്ദ്ര ഗവൺമെന്റ് 5 ദിവസമാണ്. അപ്പോൾ 5 ദിവസം ആക്കുന്ന ഒരു കുഴപ്പമില്ല. അത് നല്ലൊരു കാര്യം. കാരണം അത്രയും ലാഭം, അത്രയും വണ്ടികൾ നിരത്ത് വരത്തില്ല. പിന്നെ ഇത്രയൊക്കെ ജോലികളെ ഇവരൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ സമയം കൂട്ടിയതുകൊണ്ട് പഞ്ചിങ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും നല്ലൊരു തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.